തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ചോളം അവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ എന്താണ്? ഈ മലയോര കർഷകരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ദീർഘകാലമായി ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും മുമ്പിൽ ഉണർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത് കേവലം മതപരമായൊരു വിഷയമോ ഏതെങ്കിലും വിശ്വാസ സമൂഹത്തിൻ്റെ വിഷയമോ അല്ല, മറിച്ച് ഈ പ്രദേശത്തിൻ്റെ പൊതുവിഷയങ്ങൾ തന്നെയാണ്. പ്രധാനമായും ഇവിടെ വന്യമൃഗശല്യം കൊണ്ട് കർഷകർക്ക് ജീവിതം അസാധ്യമാകുന്ന സാഹചര്യമാണുള്ളത്. വനാതിർത്തിയും കൃഷിഭൂമിയും തമ്മിൽ വേർതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങളില്ലാതെ പോകുന്നത് കൊണ്ട് വന്യമൃഗങ്ങൾ നിർബാധം കാട്ടിലിറങ്ങി മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അതിജീവനത്തിനും ഭീഷണി ഉയർത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത്. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ആനമതിൽ, ഹാങ്ങിങ് ഫെൻസ് അല്ലെങ്കിൽ നീളത്തിലുള്ള ട്രഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അതിർത്തിയെ വേർതിരിക്കുക എന്നുള്ളത്, വനാതിർത്തിയും അതുപോലെ മനുഷ്യവാസമുള്ള കൃഷിഭൂമിയും തമ്മിൽ വേർതിരിക്കുക. അതിനുള്ള നടപടികളെടുക്കാൻ ഉത്തരവാദപ്പെട്ട കക്ഷികൾ കർഷകർക്ക് ഉറപ്പ് തരണം. ഏതാനും സ്ഥലങ്ങളിൽ അത് എടുത്തിട്ടുണ്ട്, അത് ഫലപ്രദമായി കാണുന്നുണ്ട്. അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് നിലനിർത്തണം. അത് നമുക്കറിയാം, ശത്രു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ അപ്രകാരം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ വേലികൾ 3000-4000 കിലോമീറ്ററൊക്കെ കെട്ടിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. അങ്ങനെയെങ്കിൽ ഈ പാവപ്പെട്ട കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 100-200 കിലോമീറ്റർ ദൂരം ഇപ്രകാരം വേലികളോ അതല്ലെങ്കിൽ മതിലുകളോ നിർമ്മിക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സത്വരമായ ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് ഇവിടുത്തെ വിലത്തകർച്ചയാണ്. വിലത്തകർച്ച എന്ന് പറഞ്ഞാൽ കൃഷി ഒരു ഉപജീവന മാർഗമായിട്ട് ഇന്ന് ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിട്ടുണ്ട്. അതിന് യഥാർത്ഥത്തിൽ പരിഹാരം കാണേണ്ടതുണ്ട്. എന്ന് പറയുമ്പോൾ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാർഷിക വിള എന്ന് പറയുന്നത് റബ്ബറാണ്. റബ്ബർ കാർഷിക വിളയാണെന്ന് സർക്കാർ പോലും കരുതുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ദുരന്തം. ഞങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഈ റബ്ബർ ടാപ്പിങ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. അതിലൂടെ റബ്ബർ കർഷകർക്ക് ന്യായമായൊരു വേതനം ലഭിക്കാൻ ഇടവരുന്നു. അതിലൂടെ അവൻ്റെ അധ്വാനത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മൂല്യം നിശ്ചയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ ഈ ബഫർ സോണ്, ESA, EFL തുടങ്ങിയ നിരവധിയായ ഓമന പേരുകളിട്ട് കർഷകൻ്റെ കൃഷിഭൂമി പിടിച്ചെടുക്കാനും കർഷകൻ്റെ കൃഷിഭൂമിയെ മൂല്യരഹിതമാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, വിശിഷ്യ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കേന്ദ്ര സർക്കാരിൽ ഞങ്ങൾ ഈ വിഷയവുമായി ചെന്നപ്പോൾ കൃത്യമായ ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിഭൂമികളെ ഒഴിവാക്കി ഭൂമിയുടെ ഷെയ്പ്പ് മാപ്പ് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ട് സർക്കാർ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അന്ന് ഞങ്ങളോട് സംസാരിച്ചത്. വർഷങ്ങളായിട്ടും ഇനിയും ആ ഒരു കാര്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു തട്ടിക്കൂട്ട് രേഖ കേന്ദ്രത്തിന് സമർപ്പിക്കാനുള്ള നടപടികളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇവിടുത്തെ കർഷകരുടെയും ജനപ്രതിനിധികളുടെയും വികാരങ്ങൾ മാനിക്കാതെ ഇത്തരത്തിലുള്ള ഷെയ്പ്പ് മാപ്പുകൾ, ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തി കേന്ദ്രത്തിൽ സമർപ്പിക്കുന്നത് കർഷകരുടെ താല്പര്യങ്ങളെ അപകടത്തിലാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിചാരം. വീണ്ടും ഇവിടുത്തെ വന്യമൃഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, വന്യമൃഗങ്ങളല്ലാത്ത മൃഗങ്ങൾ ഇവിടെ കൃഷിഭൂമിയിൽ നിർബാധം വിലസുന്നുണ്ട്. പ്രത്യേകിച്ച് കാട്ടുപന്നി, അതുപോലെ കുരങ്ങ്, മയിൽ, ഇതൊന്നും കാട് കണ്ടിട്ടില്ലാത്ത ജീവികളാണ്. ഇതൊക്കെ കർഷകൻ്റെ കൃഷിഭൂമിയിൽ പെറ്റുപെരുകുന്ന ജീവികളാണ്. ഇവയെ വന്യജീവികളായി പരിഗണിക്കാതെ ഇവയെ ഇടമേലുള്ള ഉടമസ്ഥാവകാശം കർഷകന് വിട്ടു നൽകുക, അവയെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം കർഷകന് നൽകുക എന്നുള്ളതാണ്
ഈ കൃഷിഭൂമിയെ സംരക്ഷിക്കാനുള്ള യഥാർത്ഥമായ മാർഗം എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു.